ഡിറ്റർമിനേഷൻ. ഇപ്പം ഡിസയർ ഉണ്ടായി, ആഗ്രഹങ്ങൾ നമുക്ക് പലതും ഉണ്ടാവാമല്ലോ. ആഗ്രഹങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് സെക്കൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരണം. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ അധ്യാപകനായി നിൽക്കുന്ന സമയത്താണ് ഈ സൗദി എയർലൈൻസിലേക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നതും. ആ ജോബ് ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാൻ എൻ്റെ റിലേറ്റീവ്സായിട്ട് എൻ്റെ ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അവരൊക്കെ തന്നെ അതിനോടൊരു നിഷേധാത്മകമായിട്ട്, എന്തിനാണ് ഇവിടെ തന്നെ ജോബുള്ള സമയത്ത് നിങ്ങൾ പുറത്തോട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ തന്നെ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ത്, ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലല്ലാതെ മറ്റുള്ള ആളുകൾ എന്തിലാണോ എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻജോയ്മെൻറ്റ് ജീവിതം ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി നിർബന്ധമായിട്ട് നമ്മളെ കയ്യിൽ വേണ്ടത് പണമാണെന്ന് ബോധ്യപ്പെടുകയും ആ പണം കിട്ടുന്നതിന് എത്ര പെട്ടെന്ന് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അധ്യാപക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 50 വർഷം 60 വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പം കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടാവാം. മറ്റുള്ള ആളുകൾ അത് 5 ഇയേഴ്സ് കൊണ്ടും 10 ഇയേഴ്സ് കൊണ്ടും ഏറ്റവും നല്ല പണം സമ്പാദിക്കുന്ന മേഖല ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. എനിക്കതിന് അതിയായ ഒരാഗ്രഹം വന്നു. ആഗ്രഹം വന്ന സമയത്ത് ആ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മാർഗ്ഗമാണോ കണ്ടെത്താനുള്ളത് കണ്ടെത്തുന്ന സമയത്ത് നമ്മളോട് എതിർപ്പ് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ആ എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് ആ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ.